ഫെഡറൽ ബാങ്കിൻ്റെ ജൂപ്പിറ്റർ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയവർക്ക് ഉപയോഗിക്കാവുന്ന ജൂപ്പിറ്റർ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് പൈസ അയക്കുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. പ്രധാനമായും 3 രീതിയിലാണ് ജൂപ്പിറ്റർ അക്കൗണ്ട് ഉപയോഗിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത്. ഒന്നാമതായി മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ ഉപയോഗിച്ച് പൈസ അയക്കാവുന്നതാണ്. രണ്ടാമതായി പൈസ കിട്ടേണ്ട ആളുടെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ ആപ്പുകളിലേക്ക് പൈസ അയക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമതായി QR കോഡ് സ്കാൻ ചെയ്ത് കടകളിലെ സാധനങ്ങൾക്ക് പൈസ കൊടുക്കുവാനും സാധിക്കുന്നതാണ്. ഈ വീഡിയോയിൽ 3 തരത്തിലും പൈസ അയക്കുന്ന രീതികൾ വളരെ വ്യക്തമായി എളുപ്പത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജൂപ്പിറ്റർ അക്കൗണ്ട് ഉള്ളവരോ ഇനി ജൂപ്പിറ്റർ സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവരോ പൈസ അയക്കുന്ന ഈ 3 രീതികളും തീർച്ചയായും കാണുക. ജൂപ്പിറ്റർ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതും ജൂപ്പിറ്റർ ബാങ്കുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള വീഡിയോസുകളും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജൂപ്പിറ്റർ സീറോ ബാലൻസ് അക്കൗണ്ടിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജൂപ്പിറ്റർ മണി അക്കൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ട് MPIN ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും നമ്മുടെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ ഏറ്റവും താഴെ ഇടത് സൈഡിൽ നിന്നും രണ്ടാമത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ അയക്കുന്നതിനുള്ള ഓപ്ഷൻസുകൾ കാണാം. അതായത് UPI പേയ്മെൻറ്റ് വഴിയും ബാങ്ക് അക്കൗണ്ടിലേക്കും മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അവരുടെ ഗൂഗിൾ പേ പോലുള്ള UPI ID-യിലേക്കും പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് എഴുതിയിരിക്കുന്ന വലത് സൈഡുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ എൻ്റർ നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്കതിന് താഴെ ഇവിടെ കാണാം എൻ്റർ നെയിം എന്നുള്ളത്. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആർക്കാണോ പൈസ അയക്കേണ്ടത് അത് ഇവിടെ എൻ്റർ നെയിം എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ആർക്കാണോ പൈസ കിട്ടേണ്ടത് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്ന ആളുടെ പേരവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെലക്ട് ബാങ്ക് എന്നുള്ളിടത്ത് ഈ പേരടിച്ചത് ഏത് ബാങ്കിൽ അക്കൗണ്ടാണോ ആ അക്കൗണ്ട്, ഇപ്പോൾ SBIയിൽ ഉള്ള ഒരാൾക്കാണ് അയക്കുന്നതെങ്കിൽ ആ SBI എന്ന് പറഞ്ഞ ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ IFSC കോഡ് എന്നുള്ളിടത്ത് അവരുടെ IFSC കോഡ്, അതായത് അവരുടെ പാസ്ബുക്കിലുണ്ടാകും, അത് നമ്മളവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് നമ്പർ എന്ന് നമുക്കവിടെ കാണാം. ഈ അക്കൗണ്ട് നമ്പർ എന്നുള്ളിടത്ത് അവരുടെ പാസ്ബുക്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കാണും. അതായത് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്ന ആളുടെ അക്കൗണ്ട് നമ്പർ അത് നമ്മളവിടെ കൃത്യമായി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ റീഎൻ്റർ അക്കൗണ്ട് നമ്പർ എന്നുള്ളിടത്ത് ഈ മുകളിൽ ടൈപ്പ് ചെയ്ത അതേ അക്കൗണ്ട് നമ്പർ തന്നെ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യുക. അക്കൗണ്ട് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 പ്രാവശ്യം ഒരേ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഒരേ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ, അപ്പോൾ 2 പ്രാവശ്യം ടിക്ക് ചെയ്യുമ്പോൾ ഒരു ടിക്ക് മാർക്ക് വരും. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് എൻ്റർ എമൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കവിടെ കാണാം. അവിടെ നമ്മൾ എത്ര രൂപയാണോ അയക്കേണ്ടത് ആ എമൗണ്ട് നമ്മളവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ 100 രൂപ ടൈപ്പ് ചെയ്തു. 100 രൂപയാണ് അയക്കുന്നത്. അതിനുശേഷം സെൻഡ് വയ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ് കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടേണ്ട ആളുടെ, നമ്മൾ പൈസ അയച്ചു കൊടുക്കേണ്ട ആളുടെ നമ്മുടെ മൊബൈൽ നമ്പറൂടെ ടൈപ്പ് ചെയ്യുക. അതായത് പൈസ കിട്ടേണ്ട ആളുടെ മൊബൈൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ അവരുടെ ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വെരിഫൈ ചെയ്ത് പൈസ ട്രാൻസ്ഫർ ആവും. അപ്പോൾ നമ്മൾ ആ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ പൈസ കിട്ടേണ്ട ആളുടെ മൊബൈൽ നമ്പർ അത് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഏത് ബാങ്കിലാണോ ആ ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ പൈസ അയക്കുന്ന ആളോട് ചോദിക്കുക അവരുടെ അക്കൗണ്ട് നമ്പർ ഈ നമ്പറിലാണോ എന്ന്. അപ്പോൾ നമ്മൾ ആ നമ്പർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്കവിടെ നമ്മുടെ പേര്, നമ്മൾ അയക്കേണ്ട ആളുടെ പേര് കാണാം, എമൗണ്ട് കാണാം, അപ്പോൾ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ IMPS ആണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് UPI വഴി വേണമെങ്കിൽ അയക്കാം. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് പൈസ അയക്കാം. IMPS തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും നമ്മളിവിടെ കൊടുക്കുക. ഇനി നമ്മളിവിടെ സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് സ്ലൈഡ് ടു പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ ഇങ്ങനെ നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ജൂപ്പിറ്റർ അക്കൗണ്ടിൻ്റെ MPIN ചോദിക്കും. അതായത് മൊബൈൽ പിൻ നമ്പർ ചോദിക്കും. നമ്മൾ നേരത്തെ എങ്ങനെയാണ് MPIN എന്നുള്ള മറന്നുപോയിട്ടുണ്ട്. അവിടെ ഫർഗട്ട് MPIN എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പിൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആ MPIN അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് ജസ്റ്റ് കാണിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ പൈസ ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് ആർക്കാണോ പൈസ അയച്ചത് അവരുടെ ഫോണിൽ മെസ്സേജ് വരും. അതുപോലെ നമുക്കിവിടെയും കാണാം പൈസ അയച്ചു, പേയ്മെൻറ്റ് ഡൺ എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നിലേക്ക് വരാം.
ഇനി നമ്മളിത് എന്തിനാണ് അയച്ചതെന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ഒക്കെ നോക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നമുക്കതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കവിടെ ഡൺ കൊടുക്കാം. ഇനി അക്കൗണ്ട് നമ്പർ വഴി പൈസ അയക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമ്മൾ വീണ്ടും മെയിൻ ഇൻ്റർഫേസിൽ താഴെ ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഗൂഗിൾ പേയിലേക്ക് പൈസ അയക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കവിടെ മുകളിൽ നമ്മളിപ്പോൾ പൈസ അയച്ചത് അവിടെ കാണാം. അപ്പോൾ നമ്മൾ മുകളിൽ UPI പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഇതാ ഇവിടെ കാണിക്കുന്നു, അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ UPI പേയ്മെൻറ്റ് നമ്മൾ ഇവിടെ UPI പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം അതിന് തൊട്ട് താഴെ എൻ്റർ UPI ID എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൻ്റെ വലത് സൈഡായിട്ട് നമുക്കൊരു QR കോഡിൻ്റെ ഒരു സിമ്പലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മറ്റൊരാളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് അവരുടെ ആ QR കോഡ് കാണിച്ചു തരാൻ പറഞ്ഞാൽ നമുക്കിത് സ്കാൻ ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേ എന്ന് വേണ്ട, ഫോൺ പേയോ ഏത് വേണമെങ്കിലും നമുക്കിങ്ങനെ സ്കാൻ ചെയ്ത് അയക്കാം. ഇനി അല്ല എങ്കിൽ നിങ്ങളിവിടെ എൻ്റർ UPI ID എന്നുള്ളിടത്ത് പൈസ കിട്ടേണ്ട ആളുടെ ഗൂഗിൾ പേയുടെ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ ആപ്പുകളുടെ UPI ID നമ്മൾ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഗൂഗിൾ പേയിൽ എങ്ങനെയാണ് അവരുടെ UPI ID എടുക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ മറ്റൊരാൾക്ക് പൈസ അയക്കണം, അയാളുടെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ വലത് സൈഡ് നമുക്ക് അവരുടെ പ്രൊഫൈൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ പേരിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് QR കോഡ് കാണാം. അതിൻ്റെ താഴെയായിട്ട് UPI ID എന്ന് പറഞ്ഞിട്ട് ഒരു UPI ID കാണാം. ഈ UPI ID നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഒന്നിലധികം UPI ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ നമ്മളൊരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് നമ്മൾ ജൂപ്പിറ്റർ അക്കൗണ്ടിൽ ഈ UPI ID എന്ന് പറയുന്നിടത്ത് ടൈപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഫോൺ പേയിലാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഫോണിൽ നമ്മുടെ ആർക്കാണോ കിട്ടേണ്ട അയാളുടെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അവിടെ മുകളിൽ തന്നെ മെയിൻ ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് മൈ UPI ID എന്ന് പറഞ്ഞ് നമുക്കവിടെ കാണാൻ പറ്റും. ഇവിടെ കാണാം മൈ UPI ID. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടേണ്ട ആളുടെ ഫോൺ പേ ആണെങ്കിൽ അതിൽ അവരുടെ UPI IDകൾ കാണാൻ പറ്റും. ഞാനിവിടെ ഒന്നിലധികം UPI ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഏതെങ്കിലും ഒരു UPI ID ആണെങ്കിൽ ആ UPI ID ഇതാ ഇവിടെ കാണാം. ഈ UPI ID @YBL എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആ UPI ID നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ എൻ്റർ UPI ID എന്നുള്ളിടത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് ആ UPI ID നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ അത് നോക്കി അതേപോലെ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പേരും @YBL അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, എന്നിട്ട് വെരിഫൈ ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് താഴെ ഒരു ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ ഇതവിടെ ആ പേരിൻ്റെ അടുത്തൊരു ഗ്രീൻ ബട്ടണിൽ ടിക്ക് മാർക്ക് വരും. അതിനുശേഷം നമുക്ക് എത്ര രൂപയാണ് അയക്കേണ്ടത് ആ എമൗണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ കാണാം നമ്മുടെ ജൂപ്പിറ്റർ അക്കൗണ്ടിൽ നിന്നാണോ പോകേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജൂപ്പിറ്റർ അക്കൗണ്ടിൻ്റെ വീണ്ടും MPIN ചോദിക്കും. അപ്പോൾ നമ്മൾ ആ MPIN അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. MPIN ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പിൻ നമ്പർ നമ്മൾ ടിക്ക് മാർക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഗൂഗിൾ പേ വഴിയും ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക്, ഫോൺ പേയിലൊക്കെ പൈസ പേയ്മെൻറ്റ് ഡൺ എന്ന് പറഞ്ഞ് കാണാം, പൈസ അയക്കാൻ സാധിക്കും. ഇനി നമുക്ക് കടകളിലൊക്കെ പോയി QR കോഡ് സ്കാൻ ചെയ്ത് പൈസ കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ മെയിൻ ഇൻ്റർഫേസിൽ തന്നെ നമുക്കിവിടെ താഴെ സ്കാൻ ആൻഡ് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞാൻ കാണിക്കും സ്കാൻ ആൻഡ് പേ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ വരും. ഇനി നമ്മുടെ QR കോഡ് വേണമെങ്കിൽ മുകളിൽ ഇവിടെ വലത് സൈഡ് ഒരു ചെറിയ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ QR കോഡും കാണാൻ പറ്റും. അപ്പോൾ മറ്റൊരാൾക്ക് നമ്മുടെ QR കോഡ് കാണാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. സ്കാൻ ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പൈസ അയക്കാം. അപ്പോൾ ഇത്തരത്തിൽ ജൂപ്പിറ്റർ അക്കൗണ്ടിൽ 3 രീതിയിൽ നമുക്ക് പൈസ അയക്കാം. ഒന്നാമത്തത് ബാങ്ക് അക്കൗണ്ടിലേക്ക്, പിന്നെ ഗൂഗിൾ പേ പോലെ, ഫോൺ പേ പോലെയുള്ള UPI IDയിലേക്ക്, പിന്നെ ഇതുപോലെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പൈസ അയക്കാം. ഇതുപോലെ ഏറ്റവും എളുപ്പത്തിൽ പൈസ അയക്കാൻ പറ്റുന്നത്, വെരിഫൈഡ് ആയിട്ട് പൈസ ഫെയിൽ ആവാതെ അയക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ജൂപ്പിറ്റർ തന്നെയാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.